പറയാവുന്നതിനേക്കാൾ പരമാവധി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച ഒരാൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന, എത്തിച്ചേരാൻ പോകുന്ന ഇട ഏതാണ്? ചാവറ്റുകുഴിയിലേക്ക് ഇടണം നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇവിടുത്തെ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടി, ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്നത് ഇത്തരം മനോഹരമായ പ്രസ്താവനകൾ നടത്തുന്നവരെ, ഇത്തരം സാമുദായിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നമുക്ക് എത്തിക്കാനുള്ള വഴി, എത്തിക്കാനുള്ള ഇടം ഒരുപക്ഷെ പത്മഭൂഷൺ വരെയാണ്. ഇവരെ ഇരുത്താനുള്ള ഇടം CM-ന്റെ 1-ാം നമ്പർ കാറാണ്. ഇവരെ എഴുന്നള്ളിക്കാനുള്ള വാക്ക് ദാ നവോത്ഥാന നായകൻ എന്നാണ്. എന്ത് സന്ദേശമാണ് നമ്മൾ ഈ കൊടുക്കുന്നത്? ഏത് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ കേരളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് CPM-കാർ സംസാരിച്ചു എന്നുള്ളത് മാത്രമല്ല എന്റെ പ്രശ്നം. ആ CPM ഏതാണ്? ഈ നാട്ടിലെ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് നിരന്തരമായി പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഏറ്റവും അധികം ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ ജനാധിപത്യം എന്താണെന്ന്, അവരുടെ സാമൂഹിക നീതി എന്താണെന്ന്, അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് കേരളത്തിന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. അതിതാണ് വിദ്വേഷ പ്രചാരകർക്ക് ചുവന്ന പരവതാനി വിളിച്ചു കൊടുക്കുക, അവർക്ക് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി നൽകുകയും അവർ ഏറ്റവും നല്ല വിശിഷ്ടരായ മനുഷ്യരാണെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക. അവർക്കൊരു പക്ഷേ ഈ പരിപാടിയിൽ പോലും പങ്കുകൊള്ളാൻ പറ്റില്ല. ആ ഇടത് മനോഭാവമുള്ളവർക്ക് ഈ പരിപാടിയിൽ പങ്കുകൊള്ളാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സണ്ണിയും കപ്പിക്കാട് ഇവിടെ സൂചിപ്പിച്ച ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യത്തോട് സമരസപ്പെടാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരേറ്റവും മനോഹരമായ ഒരു ഉട്ടോപ്യയിലാണ് ജീവിക്കുന്നത്. ഈ കുപ്പായങ്ങളെല്ലാം അഴിച്ചെറിഞ്ഞാൽ നമ്മൾ വളരെ പുരോഗമനപരമായ ഒരു ലോകത്തേക്ക് നടന്നെടുക്കും എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു ഉട്ടോപ്യയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ സമീപിക്കുന്നത്. നമ്മൾ ശ്രീനാരായണ ഗുരു വരച്ച അതേ വരയിലൂടെയാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് 2 തരത്തിൽ എന്തിനേയും കാണാം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെയും നമുക്ക് അങ്ങനെ കാണാം. ഗുരു ആരാന്ന് ചോദിച്ചാൽ 7 അക്ഷരങ്ങളും 2 സ്പേസും ഉള്ള ഒരു പേര്, ആ അക്ഷരങ്ങൾ എന്ന് വിചാരിക്കാൻ അർഹതയുള്ള ആളുകളുണ്ട്. അവർക്കതൊരു പുറംതോട് മാത്രമാണ്. എന്നാൽ ഗുരു ആരെന്ന ചോദ്യത്തിന് അദ്ദേഹം തന്ന ആശയങ്ങളാണ്, അദ്ദേഹം തന്ന ഉൾക്കാഴ്ചയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ രാഷ്ട്രീയം പറ്റൂല.